മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ. അപ്പൊ അതിന്റെ വൈലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് സ്റ്റേറ്റിന് തന്നെ അല്ലേ. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഓരോ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം. അപ്പൊ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുക. ഹലോ ഗൈസ്, നമസ്കാരം. താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസ്, ആ ഒരു വേദന മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുമ്പിൽ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കപ്പെടുന്നത്. അതായത് ഷഹബാസിനെ കൊന്ന ഘാതകർക്ക്, ആ കുട്ടി ഘാതകർക്ക്, കൊലയാളികൾക്ക് അവർക്ക് പരീക്ഷ എഴുതാനുള്ളൊരു അവസരം ഒരുക്കുന്നു. പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോലീസ് ബന്ദോബസ്ത് തീർക്കുന്നു. അവർ പരീക്ഷാ ഹാളിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നു. ഈ ഒരു കാര്യം സ്വാഭാവികമായിട്ടും സാമൂഹികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടെന്നുള്ളൊരു കാര്യം നമുക്കെല്ലാവർക്കും സംശയാസ്പദമാണ്. ഇതൊക്കെ എന്താണ്, ഈ ഗവൺമെൻറ്റൊക്കെ ഇതിന് കൂട്ടു നിൽക്കുന്നതാണോ, ഇതിൻ്റെ പിന്നിൽ എന്താണ് കാര്യങ്ങളൊക്കെ? അപ്പം നിയമവിദ്യാർത്ഥികൾക്കല്ലാതെ ബാക്കിയുള്ള ആർക്കും അത്യാവശ്യം ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ വൈകാരികമായിട്ടൊരു അമ്മ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് ഞാൻ പ്ലേ ചെയ്യാം. അതോടൊപ്പം തന്നെ എന്ത് കാരണത്താലാണ് ആ കുട്ടികളെ അഥവാ ഈ ക്രൂരമായി വേട്ടയാടിയ ഈ വേട്ടക്കാരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതെന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഞാൻ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട്. ആദ്യം ഈ അമ്മ പറയുന്നത് നമുക്ക് കേൾക്കാം, അതിനുശേഷം നമുക്ക് ആ വോയിസ് ക്ലിപ്പും കൂടെ പ്ലേ ചെയ്യാം. എന്തായിരുന്നാലും ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക്, ആ ഉപ്പയ്ക്ക് നീതി കിട്ടണം. ആദ്യം നമുക്ക് ഈ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടത്തുന്ന ശിക്ഷ ഇവിടെ വരണം. ഇവിടെ നമ്മുടെ നാട്ടുകാരെ സത്യം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞാനടക്കം നിങ്ങളടക്കം ഈ കാണുന്ന എല്ലാ ആൾക്കാരും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ജെൻസി കാറ്റഗറിയിൽ പെടുന്ന ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളൊരു കാര്യം. അവരെ നമ്മൾ എന്താണ് 2K കിഡ് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതിനപ്പുറം ഇത് എവിടെ നിന്നാണ് ഈ ഒരു റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തണം. കാരണം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ നിലവിൽ നടക്കുന്ന ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് നിയമത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ സമൂഹത്തിന് നല്ല ബന്ധവും ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിൽ നമ്മളും കുട്ടികളും തമ്മിലുള്ള അകലം വളരെ കൂടുന്നു. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളുടെ അകത്ത് അധികം ചെലവഴിക്കുന്നതിലൂടെ സാമൂഹിക ബന്ധങ്ങൾ കുറയുന്നു, വൈകാരികമായിട്ടുള്ള വീട്ടുകാരോടുള്ള ബന്ധം കുറയുന്നു. ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു കാരണങ്ങൾ കാണാതെ പോകാൻ വേണ്ടി പാടില്ല. അവർ പറയുന്നത് കറക്റ്റാണ്. നമ്മൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് കൺട്രീസിലുള്ള പോലത്തെ ശിക്ഷാ നിയമങ്ങൾ ഇവിടെ വന്നിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് മാറ്റം വന്നേനെ. പക്ഷെ നമ്മുടെ നിയമം ഇപ്പോഴും അങ്ങനെ ഒരു കാര്യത്തിന് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ അതിനൊരു മാറ്റമോ കാലാനുസൃതമായിട്ട് മാറ്റമോ വന്നിട്ടില്ല. അവരൊരു അധ്യാപികയും കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളെ നമ്മളെ ഈ പ്രായത്തിലൊക്കെ ഉള്ള അധ്യാപകരെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനമാണ്. കാരണം ഞങ്ങളെയും ഒരുപാട് അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നും മാതാപിതാക്കളെ പോലെയാണ് നമ്മൾ അവരെ കാണുന്നത്. അപ്പം ആ അധ്യാപകരിൽ ഒരാളായിട്ടുള്ള ഒരു പ്രതിനിധി പോലെയാണ് ഈ അധ്യാപിക അല്ലെങ്കിൽ ഒരമ്മ സംസാരിക്കുന്ന വേദനയോടുകൂടിയാണ്. ഒരു കുട്ടി, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടി വീട്ടുകാരുടെ മനസ്സിനകത്ത് ആ കുട്ടി വളർന്നു വന്നതിന് ശേഷം ആ കുട്ടി എന്തെല്ലാമായി തീരണമെന്നുള്ള മോഹങ്ങളെല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെടുകയാണ്. അവൻ്റെ തലയിൽ നഞ്ചൊക്കെ വെച്ചിട്ട് വളരെ മാരകമായിട്ട് മൃഗീയമായി കൂട്ടമായി ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റു ഗ്രൂപ്പായിട്ടൊക്കെ സംസാരിച്ച് അവൻ്റെ കൊല നടപ്പാക്കിയതിന് ശേഷവും അതിന് കൊലയ്ക്ക് മുമ്പ് തന്നെ അതിനുള്ള പോസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ആ കൊലവിളി നടത്തുന്ന ഒരു കുട്ടി കൊള്ള സംഘം, അപ്പം അത് കൊലപാതകി സംഘം. അപ്പം ആ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ടാവും. പക്ഷെ അതിന് നമ്മൾ തിരഞ്ഞ് കണ്ടെത്തുന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾക്കും എനിക്കുമൊക്കെ ഒരേപോലത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് സാമൂഹികപരമായിട്ട്. ബാലനിയമങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് ഞാൻ ആ വോയിസ് ഞാനിപ്പോൾ പ്ലേ ചെയ്ത് തരാം. എന്ത് കാരണത്താലാണ് ആ കുട്ടികളെ നിലവിൽ പരീക്ഷ എഴുതിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഒരു ക്രിമിനൽ ലോയറുണ്ട്, അദ്ദേഹമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അദ്ദേഹത്തിനോട് തന്നെ ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതെന്താണ് സാർ ഇത്, ഈ ഒരു സംഭവം ഇങ്ങനൊരു സാഹചര്യത്തിൻ്റെ അകത്ത് ആ കുട്ടികളെ കൊണ്ട് ഈ പരീക്ഷ എഴുതിപ്പിക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പോലീസ് സംവിധാനം ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയല്ലേ. ആ കുട്ടികൾക്ക് ഈ കൊലയാളികളല്ലേ, അവരെന്തിനാണ് ഇങ്ങനെ പരീക്ഷ എഴുതിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഞാൻ വോയിസ് പ്ലേ ചെയ്യാം. മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ. അപ്പൊ അതിന്റെ വൈലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് സ്റ്റേറ്റിന് തന്നെ അല്ലേ.
അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഓരോ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം. അപ്പോൾ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഫർദർ മൂവ്മെന്റ് അങ്ങനെ പോകും, കേസിന്റെ സ്റ്റാറ്റസ് അങ്ങനെ പോകും. അപ്പം ഈ 21A വൈലേഷൻ ആവാതിരിക്കാൻ വേണ്ടി മസ്റ്റായിട്ട് അവർക്ക് വിദ്യാഭ്യാസം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം കൊടുക്കണം, ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ നിയമം. നമ്മുടെ നിയമമാണ് ഇന്ന് ഈ പറയുന്ന കിരാതന്മാരായിട്ടുള്ള ഈ കുട്ടിക്കൊലയാളികൾ, ഇന്ന് ഷഹബാസിനെ കൊന്ന ആൾക്കാർ ഇന്ന് അവിടെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോയത് അതിന് മറ്റൊന്നുമല്ല, കാരണം നമ്മുടെ നിയമമാണ്. നമ്മളിപ്പം ഏതൊരു ഗവൺമെൻറ്റുകൾ ഇപ്പോൾ ഭരിച്ചിരുന്നാലും, ഇപ്പം ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ മറ്റേതെങ്കിലും പാർട്ടിക്കാരായിക്കോട്ടെ ആര് ഭരിച്ചിരുന്നാലും ഇതേ നടക്കൂ. കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ്. കാരണം 14 അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അദ്ദേഹം ഒരു ക്രിമിനൽ ലോയറാണ്. അദ്ദേഹം വ്യക്തമായിട്ടാണ് ഈ കാര്യം വളരെ ചെറിയ രീതിയിൽ വളരെ ചെറിയ വാക്കുകളിൽ വ്യക്തമായാണ് പറയുന്നത്. കുട്ടികൾക്ക് നിർബന്ധിതമായി 14 വയസ്സ് വരെ നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്ന നിയമത്തിനിടയിൽ തന്നെ ഇവർ ശിക്ഷാപരമായിട്ടുള്ള കാര്യം, അഥവാ ഇവർ എന്തെങ്കിലും തരത്തിലുള്ള വയലൻസോ മറ്റുള്ള കാര്യങ്ങളോ കാണിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ശിക്ഷയും ഇതെല്ലാം നടപ്പിലാക്കുന്നത് കോടതികളിലാണ്. കോടതികളിലൂടെ ശിക്ഷ നടപ്പാക്കുന്ന സമയത്തും നിർബന്ധിതമായി ഇവരെ പഠിപ്പിക്കാൻ നമ്മുടെ ഇവിടുത്തെ നിലവിലുള്ള നിയമങ്ങൾ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ കുട്ടികൾ എന്ത് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ടിരുന്നാലും അവർക്ക് വിദ്യാഭ്യാസം എന്നുള്ളൊരു സംഭവത്തിനെ നമുക്ക് മാറ്റി നിർത്താനോ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്താനോ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ടില്ലേ, ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് അവർക്ക് സ്വാതന്ത്ര്യം ആയിട്ടുള്ള അവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം മറ്റൊരു തരത്തിലേക്ക് മാറും. സ്വാഭാവികമായിട്ടും ഈ ഒരു കൊലപാതകികളായിട്ടുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ വാദിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടാവുമല്ലോ, അഡ്വക്കേറ്റ്സ് ഉണ്ടാവുമല്ലോ. അവർക്കും അതിൻ്റെ ലൂപ്പ് ഹോൾസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അവർക്ക് വേണം എന്നുള്ള കാര്യം, അവകാശപ്പെട്ടത് സ്വാതന്ത്ര്യമായിട്ട് അർഹതപ്പെട്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും ഭരണഘടന നൽകുന്നത് പോലെ ഈ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും, അത് ക്രിമിനൽ ആണെങ്കിലും അല്ല എങ്കിലും അവർക്ക് നിർബന്ധിതമായ വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് വയലേഷൻ നടക്കും. ആ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾക്കാർ അതിന് ഭരണാധികാരികൾ ഉത്തരം പറയേണ്ടി വരും. നമ്മൾ വളരെയധികം ഇമോഷണലായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് കാണുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മൊമെൻറ്റ് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. സ്വാഭാവികമായിട്ട് ആ ഉപ്പയുടെ കരച്ചിലും കണ്ണുനീരും കാണുമ്പോൾ നമ്മുടെ നെഞ്ച് തകർന്നു. പക്ഷേ നമ്മുടെ ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പട്ടാള ഭരണമോ അല്ലെങ്കിൽ ഇവിടെ രാജാക്കന്മാരുടെ ഭരണമോ അല്ല. അപ്പോൾ ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ടാണ് നമുക്ക് ഗൾഫ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്ന ഭരണാധികാരികൾ അത് അറബ് ഭരണാധികാരികളാണ്, അഥവാ ഒരു രാജാക്കന്മാരുടെ ഇതിലേക്കുള്ള ആൾക്കാരാണ്. ഇവിടെ ഒന്നുമല്ല, ഇതൊരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ന്യായ സംഹിതയുണ്ട്. ആ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ടല്ലാതെ ഇവിടുത്തെ സ്റ്റേറ്റുകൾ ഭരിക്കുന്ന ആർക്കും മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. അത് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതെന്താ ഇവരിങ്ങനെ ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞാനും ഈ ഒരു കുട്ടിക്ക് നീതി കിട്ടണം, ഈ പറഞ്ഞ കുട്ടികൾ ഈ കൊലപാതകികൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നതിനെ കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അതിനെക്കുറിച്ച് ഞാനും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ ഒരു കാര്യം എന്താണെന്ന് അന്തം വിട്ട് ഞാൻ സ്റ്റോറി ഇട്ടു. അതിനുശേഷം ഇദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കാര്യം, ഇതാണ്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിയമമാണ്. അപ്പം മാറ്റം വരുത്തേണ്ട നിയമങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അധ്യാപിക സംസാരിക്കുന്നൊരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യം, പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടുത്തെ മൊത്തം മാറ്റണം. ഈ ബാല നിയമങ്ങൾ, ഈ കുട്ടികൾക്ക് 14 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ എത്തിയ സ്ഥിതിക്ക് ഇനി അതിന് തക്കതായിട്ടുള്ള ജുവനൈൽ ജസ്റ്റിസ്, അവർ കാണിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് നല്ല തക്കതായ ശിക്ഷാ നടപടികൾ കൊണ്ടുവരണം. അത് ഇനിയുള്ള ഗവൺമെൻറ്റുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വൈകാരികതയുടെ പുറത്ത് നമ്മൾ ഗവൺമെൻറ്റുകൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന നിയമത്തിന് മാത്രമാണ്. നിയമം മൂലമാണ് ഇവർ ഇപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇതിനകത്ത് നമുക്ക് പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ സ്വാഭാവികമായിട്ട് കാര്യം പറയട്ടെ. ഇന്ന് പാരൻറ്റിങ്ങിനെ കുറിച്ച് നമ്മുടെ ഓൺലൈനിനകത്ത് പല ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഒത്തിരി പേര് പറയുന്നുണ്ട് കുട്ടികളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മൾ കുട്ടികളെ ശാസിച്ച് വളർത്തണം എന്നുള്ള കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് 2 ആൺകുട്ടികൾ വളർന്നു വരുന്ന ഒരാളാണ് ഞാൻ. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടികളെ അവർക്ക് അവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും കൊടുത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് വേണമെന്നുള്ള രീതിയിൽ അവരെ വളർത്തിയെടുക്കുന്ന സമയത്ത് അവർ ചില കാര്യങ്ങൾ ചെയ്യാതിരുതാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശാസിക്കണം. ആ ഒരു കാര്യങ്ങൾ ചെയ്യണം. ഇന്നത്തെ അധ്യാപകരുടെ ഒരു പരിമിതി എന്ന് വെച്ചാൽ അധ്യാപകർക്ക് ഒരു കുട്ടിയുടെ അടുത്ത് പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. അവർക്കൊരു പരിമിതി അവിടെ നിലനിൽക്കുന്നുണ്ട്. എത്രയോ അധ്യാപകരെ കുട്ടികൾ ഭീഷണിപ്പെടുത്തുന്നു.
അതുപോലെ ചില അധ്യാപകരെങ്കിലും കുട്ടികളോടും വളരെ മോശമായി പെരുമാറുന്നു. അതും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എങ്കിലും ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോൾ കുട്ടികളെ ഭയന്നിട്ടാണ് അധ്യാപകർ. എൻ്റെ അടുത്തൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്, കുട്ടികളൊന്നും പറയാൻ പറ്റത്തില്ല. അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ പേരിൽ അവരുടെ ജോലി വരെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ സംഭവിക്കും. വീട്ടുകാരുടെ സൈഡിൽ നിന്നാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പം വിദ്യാർത്ഥി അധ്യാപക ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇപ്പോൾ. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അരങ്ങേറി ഇത്രയും നേരം കഴിയുമ്പോഴേക്കും അവർ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നു. ആ ഒരു കാര്യം സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ അച്ഛനും പ്രതികരിക്കുന്നുണ്ട്. ഇന്ന് ഈ ആവർത്തനം നടന്നതുകൊണ്ട് ഇനി ഇതിലും വലിയ കുറ്റകൃത്യങ്ങളിലൊക്കെ പോകുന്നത്. അതിന് ഒരു തടയിടാൻ വേണ്ടി ഈ വർഷം അവർ എഴുതണ്ട ഒരു സസ്പെൻഷൻ ആയതുകൊണ്ട് അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാകുമായിരുന്നു. ഇതല്ല, കുറ്റം ചെയ്തു കഴിഞ്ഞാലും കൊലയാളിയായാലും അതിന് സപ്പോർട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്ന അദ്ദേഹം ഒരു അച്ഛനാണ്. സ്വാഭാവികമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ നമുക്ക് വളരെയധികം വേദനയോടുകൂടി ബഹുമാനത്തോടെ കേൾക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ നിയമത്തിൻ്റെ വഴിയിലൂടെയാണ് ആ അഡ്വക്കേറ്റ് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന നിയമ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ നിയമജ്ഞന്മാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടാണോ, അല്ല ഇത് മനഃപൂർവ്വമായിട്ട് ഗവൺമെൻറ് ഈ കുട്ടികളെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇനിഷ്യേറ്റീവ് എടുത്താണോ, ഒരു കുട്ടിയുടെ മരണത്തിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ തിരസ്കരിച്ചുകൊണ്ട് അവരുടെ വേദനയെ തിരസ്കരിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ, അത് നമ്മുടെ നിയമപരമായിട്ട് അറിയുന്ന ആൾക്കാർ ദയവായി അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരപ്പെടും. മറ്റുള്ളവർക്കും കൂടെ ആ ഒരു കാര്യം മനസ്സിലാക്കാനും കഴിയും. എൻ്റെ മകനാണ് എന്നറിഞ്ഞിട്ട് പോലും ഇവർ ഇന്ന് എക്സാം എഴുതാൻ ഇത്ര അത് കാണിക്കണമെങ്കിൽ ഇതിലെന്താണ് അർത്ഥം ഞാൻ ചോദിക്കുന്നത്. നിഷ്പക്ഷമായിട്ട് തന്നെ ഉള്ളവരാണ്. മറ്റു ജനങ്ങളായി കഴിഞ്ഞാലും പേരൻസ് ആയി കഴിഞ്ഞാലും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കേസ്. എൻ്റെ ഒരു കുട്ടി ഇന്ന് പോയി, നാളെ മറ്റൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇത് പറയുന്നത്. സത്യം പറഞ്ഞാൽ നിയമവും നീതിന്യായ വ്യവസ്ഥയും എല്ലാം ഈ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ കുട്ടികൾ വളർന്നു വന്നിട്ട് ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെ എന്ത് ചെയ്യും? ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ച് എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം നമ്മളെങ്ങനെ സഹിക്കും? അദ്ദേഹം ഇപ്പോൾ ഈ സംയമനം പാലിക്കുന്ന ആ മനുഷ്യൻ എന്ത് നോവ് സഹിച്ചാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അത്ര ഈ അതിവൈകാരികമായിട്ട് ആൾ നിൽക്കുന്നു, എന്നിട്ട് പോലും അയാൾ പിടിച്ച് നിൽക്കുകയാണ്. നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ടൊക്കെ സാധിക്കൂ. ഇന്ന് ഇവർ ആ ആയുധം കൊണ്ട് ചെയ്തു, നാളെ ഒരു കോളേജ് തലത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർ തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കില്ല എന്നെന്താ ഉറപ്പുള്ളത്? ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇന്ന് ഈ തരത്തിലേക്കാണ് ഈ ജെൻസി കാറ്റഗറിയിലുള്ള പിള്ളേർ ഇങ്ങനെ, എല്ലാവരും അല്ല, ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു മൈനോറിറ്റീസ് ആണ് ഇത് കൂടുതലും ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷം കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നവരാണെന്ന് വിശ്വസിക്കുന്നില്ല. എങ്കിലും ഇവർക്കിപ്പോൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് ഒഴുകണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. വീട്ടുകാരാണെങ്കിൽ വീട്ടുകാരും സ്വാഭാവികമായിട്ട് വീട്ടുകാർ അധികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്കെതിരെ നിൽക്കുന്ന രീതിയിലേക്കുള്ള സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നു. ഡ്രഗ്സ് പോലുള്ള മറ്റുള്ള കാര്യങ്ങളുടെ സംഭവങ്ങൾ കാണുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വൈകല്യ സ്വഭാവങ്ങളും കാണിക്കുന്നു. അപ്പോൾ ഇതിനെയൊക്കെ സത്യം പറഞ്ഞാൽ സ്കൂളുകളും നമ്മുടെ ഈ സമൂഹവും രക്ഷകർത്താക്കളും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിയമപരമായിട്ടുള്ള കാരണങ്ങളാൽ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അവരെ ശിക്ഷിക്കാൻ പോലും പറ്റത്തില്ല. ഇതിനകത്തൊരു കമൻറ്റ് ഞാൻ കണ്ടു, എന്ത് നീതി, ഇതിനകത്തൊരു കമൻറ്റാണ്, ശ്രദ്ധിക്കണം. എന്ത് നീതി, അക്രമം ചെയ്ത് 15 വയസ്സുള്ള കുട്ടികളാണ്, അക്രമം ചെയ്തത് 15 വയസ്സുള്ള കുട്ടികളാണ്, അവരെ മുതിർന്നവരെ പോലെ ശിക്ഷിക്കാൻ ഇന്ത്യയിൽ നിയമ തടസ്സമുണ്ട്. മുതിർന്നവരെ പോലെ ശിക്ഷിക്കാൻ നിയമ തടസ്സമുണ്ട്. 3 വർഷം ജുവനൈൽ ഹോമിൽ താമസിപ്പിക്കാം, ഭക്ഷണവും പഠനവും കൂടെ നൽകും, സ്വാധീനമുണ്ടെങ്കിൽ അത്രയും വേണ്ട, കുട്ടികൾക്ക് ബന്ധുവീടുകളിലും മറ്റും പോയി താമസിക്കാം. പിന്നെ ഒരു കാര്യം ചെയ്യാൻ കഴിയും, പുറത്തിറങ്ങിയാൽ രഹസ്യമായി ഒരു മൂന്നാം കക്ഷിയെ ഏർപ്പാടാക്കി തെളിവില്ലാതെ ഓരോന്നിനെയും കൊന്നു കളയണം എന്നൊക്കെ പറയുന്നത്. അതിപ്പോൾ നിയമപരമായിട്ടുള്ള നമുക്കൊരിക്കലും അങ്ങനെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നിയമം കയ്യിലെടുക്കുന്നതിനൊന്നും ഞാൻ യോജിക്കത്തില്ല. എങ്കിലും ആ ഇമോഷണലി തന്നെ ആൾക്കാർ സംസാരിക്കുന്നതാണ്. നിയമമാണ് ഇവിടുത്തെ പ്രശ്നം. നിയമം മൂലമാണ് ഇന്ന് ആ കുട്ടികൾ പോയിട്ട് പരീക്ഷ എഴുതും. കുട്ടിയല്ല, ആക്രമികൾ പോയിട്ട് പരീക്ഷ എഴുതുന്നത്. ഞാൻ ചിലപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഞാൻ സംസാരിക്കുന്ന ഒരു ശൈലിയുടെ ഭാഗമാണ്. എനിക്ക് അത്രയും വയലൻസ് ആയിട്ട് എനിക്ക് നിന്ന് സംസാരിക്കുമ്പോൾ പോലും ഞാൻ ഇവരെയൊക്കെ വാക്കുകളെടുത്ത് പറയുമ്പോൾ ഇങ്ങനെ വരും. ചിലപ്പം തെറി പറയേണ്ടതാണ്, പക്ഷേ അത് ഒരു സംയമനം, ഒരു പരിധി വച്ചേക്കുന്നതുകൊണ്ടാണ്. ഞാനൊരു അച്ഛനായതുകൊണ്ട് എനിക്ക് ആ അച്ഛൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റും. അത്രയും കാലം വളർത്തിയ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു അച്ഛൻ്റെ നോവ് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അവിടെയും ഞാൻ നോക്കുമ്പോഴേക്കും നിയമത്തിൻ്റെ കാരണത്താൽ നിയമത്തിൻ്റെ പഴുതിലൂടെ പോയി അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ആ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത കുട്ടി കൊലപാതകികൾ സമൂഹത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഇറങ്ങി വിഹരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ, ഒരു മതയാനയെ പോലെ വിഹരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ അന്തം വിട്ടു പോവുകയാണ്. എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത്? നിയമ സംവിധാനത്തിലൂടെ ഇവർക്ക് ഇങ്ങനെയുള്ള പരിരക്ഷ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടു പോവുകയാണ്. പക്ഷേ ഒരു ആൾക്കും, അഥവാ നമ്മുടെ നാട് ഭരിക്കുന്ന ഒരാൾ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്ക് ഇതൊന്നും അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിയമം അതാണ്. സോ
നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുക.